ഇവിടെ നിന്നും കറണ്ട് പോയിട്ടോ. മെന്നാന്നും ഇതേ സമയത്ത് തന്നെ കറണ്ട് പോയത്. ഇന്നും ഇതാ കറണ്ട് പോയി. ഇപ്പൊ കുറച്ച് നേരമായി. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന അപ്പം തന്നെ പിന്നെയും പോയി. എന്താ ഈ പവർ ബാങ്കിൽ ചാർജ് ഇട്ടേന് കേട്ടോ. അപ്പോൾ പവർ ബാങ്കും കഴിയാനായി. കറണ്ട് വന്നിട്ടോ. കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് വരാൻ. അപ്പം കറണ്ടൊക്കെ വന്ന് ഇത് ഞാൻ നല്ല അഡ്രസ്സ് പ്രിന്റ് ചെയ്ത് വെച്ചില്ലേനോ. പക്ഷെ ഒട്ടിക്കാൻ ഞാൻ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടിക്കാൻ വിചാരിച്ചേനു. പക്ഷെ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇതാ രാവിലെ തന്നെ ഫസ്റ്റ് ആ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പ്രിന്റിംഗ് ഒക്കെ തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ ഇതാ ഇങ്കൊക്കെ കുറവാണ്. 2 ഇങ്ക് കുറവാണ്. LM വൈയും എന്ന് പറഞ്ഞാൽ ഇങ്ക് കുറവാണ്. അതുകൊണ്ട് അത് പോട്ടിട്ടുണ്ട്. അപ്പം അതിനി വരണം. അതിനിവിടെ ഫോട്ടോ പേപ്പറും പോട്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇങ്ക് എടുക്കും. ഇങ്ക് എടുത്തിട്ട് ഒരു ഫോട്ടോ പേപ്പർ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ബാക്കി പ്രിന്റിങ് പരിപാടി നടക്കുക അല്ലേ. ഇത് ഫോട്ടോ പേപ്പർ ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് പ്രിന്റ് ചെയ്യാനുള്ള. പക്ഷേ ഇതിൽ ഇങ്ക് ഇല്ലാത്തതുകൊണ്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രിന്ററിൽ ഇങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ വേണേൽ A4 അടിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എത്തും രണ്ടും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ അഡ്രസ്സൊക്കെ ഇല്ല ഇതിൽ എന്താ വേണ്ട ഫ്രെയിം കൗണ്ടും പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയി ഒട്ടിച്ചേക്കട്ടെ കേട്ടോ. കുറച്ച് ഇന്ന് മഴക്കാറില്ലല്ലേ, വെയിലും മഴയായിട്ടാണ് സീണ്ടാലായിരിക്കാം. പ്രിൻ്റർ ഇതുവരെ നന്നാക്കാൻ വന്നില്ലല്ലോ ആള്. ഈ പ്രിൻ്റർ നന്നാക്കാനുള്ള ആളെ ഇന്നൊന്ന് വിളിച്ചു നോക്കാം. ഇനിയിപ്പോൾ ഒന്ന് വിളിക്കാണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച വരാൻ, ഇന്ന് വിളിച്ചിട്ട് തിങ്കളാഴ്ച വരാൻ പറയാം അല്ലേ. ദിവസമായിട്ട് വരാത്തതിന് ഇനിയിപ്പോൾ തിങ്കളാഴ്ച നോക്കാം. കാരണം ഇന്നിപ്പോൾ ശനിയാഴ്ചയായി, പിന്നെ നാളെ ഞായറാഴ്ച. എത്ര പെട്ടെന്നല്ലേ സമയം പോകണം. ഞായറാഴ്ച ആയത് അറിഞ്ഞില്ല. കഴിഞ്ഞ ഞായറാഴ്ച ക്ലീൻ ചെയ്തത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു എനിക്ക്. പോട്ടറിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയി സാധനം കളക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ പോട്ടറിൽ നിന്ന് സാധനം വന്ന് ഇങ്ക് 2 ഇങ്കും പിന്നെ ഫോട്ടോ പേപ്പറും അല്ല. ഇത് രണ്ടും കൂടെ ഇന്ന് 134 രൂപ കേട്ടോ ആയത്. അത് 2 സ്ഥലത്ത് മാറി മാറി പോയി എടുത്ത് വരണമല്ലോ. രണ്ടും ടൗണിൽ തന്നെയാണ്, പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ നിന്ന് സാധനമൊക്കെ എടുത്ത് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അങ്ങനെ 700 രൂപ 2 കൂടി 1600 രൂപ വരും. വേറെ പ്രശ്നം വെച്ചാൽ ഇങ്ക് നമ്മൾ പ്രിന്റ് ചെയ്യണമെന്ന് കുറച്ച് വേഗം തീരുന്നുണ്ട് കേട്ടോ. അല്ല പൊതുവേ അങ്ങനെ തീർന്നു പോകും. അപ്പോൾ അതാണ് വേറെ പ്രശ്നം. നമ്മൾ അത്രയും പ്രിന്റ് എടുക്കുന്നുണ്ടല്ലോ. രാവിലത്തെ വൈകുന്നേരം വരെ ഞാൻ പ്രിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ക് വേഗം തീരും. അതിപ്പോൾ നോക്കിയാൽ കാണുന്നതിൽ ബ്ലാക്ക് LCM എല്ലാം കയ്യാനായിരിക്കുന്നു. ഇപ്പോൾ വൈയും LM തീരെയില്ല. അപ്പോൾ വൈയും LM ആണ് ബുക്ക് ചെയ്തത്. പിന്നെ കുറച്ച് ഇങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കയറ്റി വയ്ക്കാനേ ഉള്ളൂ. ഇത് ഓവർ ഇങ്ങനെ ഈ വരേൻ്റെ കൂട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തിൽ വരണ്ടില്ല, അതിൻ്റെ കൂട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻ്റർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കണം. ഇത് പിന്നെ കംപ്ലൈൻ്റ് ആയ പ്രിൻ്ററിൻ്റെ ഇങ്ക് ലെവൽ. പിന്നെ A4 കഴിഞ്ഞിട്ട് അവരെ പാക്കിങ് അടിപൊളി പാക്കിങ്. അവരെ പാക്കിങ് ആക്കിയാൽ കുറച്ച് ടാസ്ക്കാണ്. ഒരു പാക്കിങ്ങിന് ഇവിടെ ഫയലിനുള്ളിൽ ഇട്ട് പാക്ക് ചെയ്തതാണ്. ഒരു ഫയൽ ഞാൻ കാണുന്നത് ഫയലാണ് അറിയില്ല കേട്ടോ. സാധനം ഞാൻ കാണുന്നുണ്ട്. പണ്ടത്തെ ഫയലൊക്കെ ഇല്ലേ നമ്മുടെ എന്താ പറയുക സ്കൂളിലൊക്കെ ഉണ്ടോ അസൈൻമെന്റ് മാറിപ്പോയോ പാക്കേജിന്. ഇത് ഫയലല്ല കേട്ടോ. ഇത് ഫയലല്ല കേട്ടോ. ഇതിൽ എന്തോ ഒരു പേപ്പറല്ല പ്ലാസ്റ്റിക്കിന് എന്തോ ഒരു പീസ്. അത് എങ്ങനെ കാണുമ്പോൾ നമ്മൾ ഫയലാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് പോകുമല്ലോ. അതാണ്. പിന്നെ ഇതാ ബില്ല്. കുറച്ച് ടാസ്ക് കേട്ടോ അത് കഴിക്കും. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ്. ഈ ഹോട്ടൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. അതിന് റേറ്റ് കുറവാണ് എല്ലാ സാധനത്തിനും. പക്ഷേ റേറ്റ് കുറവാണെന്ന് വെച്ചാൽ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ പൊതുവേ ഫ്രൈഡ് റൈസ് നൂഡിൽസ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഞാനെല്ലാം കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്താ വെച്ചാൽ ഞാൻ ഫ്രൈഡ് റൈസും നൂഡിൽസും ആണേ വാങ്ങിയത്. ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഓഫീസിൻ്റെ താഴെയുള്ളവർ പറഞ്ഞതാട്ടോ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയിട്ട് കഴിക്കാൻ തുടങ്ങിയത്. നല്ല ചൂടോടെ കേട്ടോ സെർവ് ചെയ്യുക. പിന്നെ ഫുഡ് കഴിച്ച് വരുമ്പോൾ തെർമോക്കോളും സെലോ ടേപ്പും മാസ്ക് ടേപ്പും അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി വന്ന്. അപ്പോൾ ഈവനിങ് വെറുതെ പോകണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഇതാ അവിടെ രാവിലെ കറണ്ട് പോയതിൻ്റെ റീസൺ അതാ പോണത്. അത് ഈ KCB ഇവരിങ്ങനെ മരം വെട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ലൈൻസിൻ്റെ മുകളിൽ കൂടെ പോകുന്ന മരമൊക്കെ കൈക്ക് എവിടെയും വെക്കാൻ പറ്റില്ല. ഇവിടെ ഇച്ചിരി കൈത്തിന് കൂടെ കുത്തി കയറുന്നതായിരുന്നു തോന്നുന്നു. പറഞ്ഞിട്ടൊരു വൈബിട്ടില്ല. തൽക്കാലം അപ്പം ഇങ്ങനെ തന്നെടാ. അപ്പം ഞാൻ പ്രിന്റിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ അഡ്രസ്സ് ഞാൻ നേരത്തെ എഴുതി വെച്ചത് ഞാനത് പകുതിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി അഡ്രസ്സ് ഇനിയും ചെയ്യാനുണ്ട്. കാരണം ഞാൻ ഇതിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോയത്. അപ്പോൾ അത് ഫുള്ളായില്ല. പിന്നെ വന്നപ്പോൾ സമയത്തോളം ഞാൻ നേരെ പ്രിൻ്റ് ഇട്ട ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് വന്ന് ഇപ്പോഴും പ്രിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഉള്ളത്, ഓട്ടോ വന്നിട്ടില്ല. അതാണ് വേറൊരു പ്രശ്നം. ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളതിന് എന്താ വെച്ചാൽ ഓട്ടോ ഇതുവരെ വന്നിട്ടില്ല. ആൾക്ക് അതായത് ഫ്രെയിം ചെയ്യുന്നവർക്ക് ഓട്ടോ അങ്ങോട്ട് അയക്കാനായിട്ട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിപ്പോൾ അവിടെ പോയിട്ട് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് സമയമാവുകയും ചെയ്യും. ഇപ്പം ഈ ഇന്ത്യ പോസ്റ്റ് അയക്കേണ്ടി വരുമോ എന്ന് നോക്കുക. കാരണം
നാളെ സൺഡേ ആയതുകൊണ്ട് 2 ലൈഫ് ഒരേപോലെയാണ്. അപ്പോൾ നോക്കട്ടെ ഏതിലയക്കാൻ വെച്ചാണ്. ചെറിയ മഴക്കാർ വരുന്നുണ്ട്. മഴക്കാർ വരുന്നതിന് മുന്നേ ഫ്രെയിം എടുത്ത് വരണം. ഇവിടെ ബീൻ ബാഗ് കിടക്കട്ടോ. ബീൻ ബാഗ് എണീക്കുന്നില്ല. വാ വേഗം പോരാ എടുത്തുക. ഓൾക്ക് എന്തൊക്കെയോ എഡിറ്റ് ചെയ്യാണ്ട്. തോനെ ഇത്ര എഡിറ്റ് ചെയ്യുന്നു. കസ്റ്റമർ മാറ്റി എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രാന്തായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ മഴക്കാർ ഇങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ എടുത്തു തരല്ലേ? അപ്പോൾ എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ, പക്ഷേ ഫ്രെയിം ഇതുവരെ എത്തിയിട്ടില്ല. എന്താ വെച്ചാൽ ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് ഫ്രെയിമിനിപ്പം അവിടെ പോയിട്ട് എടുക്കേണ്ടി വരും. നമ്മൾ നേരത്തെ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തെർമോക്കോളും സാധനങ്ങളൊക്കെ എടുത്ത് വന്നത്. പക്ഷേ എന്താ വെച്ചാൽ ഫ്രെയിം എത്താത്തതുകൊണ്ട് ആ ടൈം ആകുമ്പോഴത്തേ എത്തില്ല, ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അവരിന്ന് പ്രത്യേകം പറഞ്ഞിട്ട് 6:30 ആകുമ്പോഴത്തേ എന്തായാലും ഡിസ്പാച്ച് ചെയ്യാനുള്ള സാധനം അവിടെ എത്തിക്കാൻ വേണ്ടി DTDCന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്ത്യ പോസ്റ്റ് ത്രൂ ആയിട്ട് ഡിസ്പാച്ച് ചെയ്യേണ്ടി വരും. കാരണം ഫ്രെയിമില്ലാണ്ട് പാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പം എന്നാൽ പോയിട്ട് ഫ്രെയിമൊക്കെ എടുത്തിട്ട് വരാം. നമ്മൾ ഫ്രെയിംസ് എടുക്കാൻ വേണ്ടി പോവാട്ടോ. ഇതിപ്പോൾ ചെറിയ മഴക്കാറുണ്ട്, അത് പിന്നെ എന്നും ഉണ്ടാകുന്ന പോലെ തന്നെ ആ ഒരു ഈവനിങ്ങുള്ളൊരു മഴക്കാറുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇരുടായി വരുന്നതിൻ്റെ ഇതൊക്കെ ആയിരിക്കാം. അപ്പം എന്നാൽ ഫ്രെയിം എടുത്തിട്ട് വരാം. മിക്കവാറും നമ്മൾ പോയി വരുമ്പോഴത്തേക്ക് മഴ പെയ്യുന്നാണ് തോന്നുന്നത്. കാരണം മഴക്കാറുണ്ടോ, നല്ല മഴക്കാറാണ്. നോക്കാം. നല്ല ബ്ലോക്കാണ് കേട്ടോ ടൗണിൽ ഈ സമയത്ത്. പിന്നെ എന്തായാലും ബ്ലോക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കട്ടെ. ഇത് ഇവിടെ അടുത്ത ബ്ലോക്ക് കേട്ടോ, ഓരോ ജംഗ്ഷനിലും ഓരോ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ഫ്രെയിംസ് ഒക്കെ എടുത്ത് വന്നിട്ടോ. അപ്പോൾ കുറേ പാക്ക് ചെയ്യാണ്ട്, കുറച്ച് പാക്ക് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ ഇനി പാക്ക് ചെയ്യുന്ന സാധനമാണ്. അല്ല ഒരു സാധനം എന്താ പാക്ക് ചെയ്ത് നമ്മളിവിടെ സെറ്റാക്കി ഡിസ്പാച്ച് ചെയ്യാനുള്ള പാകത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് അയക്കുക. എന്താണെന്ന് വെച്ചാൽ ഇനിയും പാക്ക് ചെയ്ത് അയക്കാനുള്ളതുകൊണ്ട് ഓനാണ് അയക്കുന്നത് കേട്ടോ. എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയം. അപ്പം ഞാൻ വീട്ടിലേക്ക് പോട്ടെ, ബാക്കി ഓൺ ഡിസ്പാച്ച് ചെയ്യും. എന്നിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നാളെ 6 മണിക്കാണ്.